തൃശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിൽ നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതായി വെളിപ്പെടുത്തൽ. മരിച്ച 2 കുട്ടികളുടെയും അസ്ഥിയെടുത്ത് സൂക്ഷിച്ചതായും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ യുവാവ് പറയുന്നു. അവിവാഹിതരായ യുവാവിനും യുവതിക്കും ജനിച്ച കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചുമൂടിയത്. ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങൾ ശരത്ത് ഒങ്ങല്ലൂർ നൽകും തൃശൂരിൽ നിന്ന്. ശരത്ത്, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കുഞ്ഞുങ്ങളുടെ അസ്ഥിയെടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു കുഴിച്ചുമൂടിയതിനു ശേഷം. എന്നിട്ടിപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി അത് ഏറ്റു പറഞ്ഞിരിക്കുന്നു. ഇത് തൃശൂർ പുതുക്കാട് എവിടെയാണ് ഇത് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? മനു, ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ജനിച്ച 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇപ്രകാരം കുഴിച്ചു മൂടിയിട്ടുണ്ട്, അവരുടെ എല്ലുകളാണ് ഇതെന്ന് പറഞ്ഞ് കുറച്ച് അസ്ഥികൾ പോലീസിനെ കാണിക്കുന്നു. ഏതൊരാളും ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ വന്നിട്ടുള്ളത്, അസ്ഥിയുമായി എത്തിയത് ഒരു 25 വയസ്സുള്ള ബവിൻ എന്നു പേരുള്ള ആമ്പല്ലൂർ സ്വദേശിയാണ്. ഇത്തരത്തിൽ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്നത് വെള്ളിക്കുളങ്ങര സ്വദേശിയായിട്ടുള്ള അനീഷയാണ്. ഇവർക്ക് 2 പേരും അവിവാഹിതരാണ്. ഇവർ 2 പേരിലും അനീഷ 2 തവണ പ്രസവിച്ചിട്ടുണ്ട്. ആദ്യ പ്രസവം 2021 അത് അവരുടെ വീട്ടിൽ മറ്റാരും അറിഞ്ഞിട്ടില്ലേ ശരത്ത്? ഒരു ദുരൂഹതയുണ്ടല്ലോ അതില്. മനു, അത്തരം കുറെ കാര്യങ്ങൾക്കകത്ത് വ്യക്തത കുറവുണ്ട്. ഇരുവരെയും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു വ്യക്തത വരണമെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, മറ്റാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ആദ്യ പ്രസവം 2021 രണ്ടാം പ്രസവം 2024 ഈ 2 പ്രസവങ്ങളും ഈ അനീഷയുടെ വീട്ടിലെ ശുചിമുറിയിൽ വെച്ചാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ആദ്യ പ്രസവത്തിലെ കുഞ്ഞിനെ അനീഷ തന്റെ വീട്ടിലും, രണ്ടാം പ്രസവത്തിലെ കുഞ്ഞിനെ പ്രസവാനന്തരം സ്കൂട്ടറിലെത്തി ഈ പറയുന്ന ബവിന്റെ അടുത്ത് കൊടുക്കുകയും ബവിന്റെ വീട്ടിലും കുഴിച്ചുമൂടി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനകത്ത് കൃത്യമായി വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ, ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ ലഭിക്കണമെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം മാത്രമാണ് ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സംഭവം ഇത് ഇവർ 2 പേരും മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും. കാരണം 2 പ്രസവം നടക്കുന്നു, അത് മറ്റാരും അറിഞ്ഞിട്ടില്ല. ഈ വീട്ടിലെ ശുചിമുറിയിലല്ലേ പ്രസവം നടന്നത്? തീർച്ചയായിട്ടും അതെ, ശുചിമുറിയിലാണ് എന്നാണ് നമുക്ക് 2 പ്രസവവും. അത് ഈ പറയുന്നതൊക്കെ ഒരുപാട് മിസ്സിംഗ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ പോലീസ് ആ രീതിയിൽ വിശദമായി പരിശോധനകളിലേക്ക് പോവുകയാണോ? തീർച്ചയായിട്ടും മനു, ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിൽ അല്ലെങ്കിൽ ഇതിന്റെ പല തലങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതിന് ഈ ആഭിചാര കർമ്മങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അത്തരം വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണോ എന്നൊരു കാര്യം ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നുണ്ട്. മറ്റാരെങ്കിലും ഇതിനകത്ത് പങ്കുണ്ട്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അറിവിലൂടെയാണോ ഇത് ചെയ്തിട്ടുള്ളത്, ഈ മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടിയാണോ ഇത് ചെയ്തത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇതിന്റെ എല്ലാ വശങ്ങളും പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, ബവിൻ, അനീഷ ഈ 2 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ബവിൻ എന്ന് പറയുന്നത് ആമ്പല്ലൂർ സ്വദേശിയാണ്. അനീഷ എന്ന് പറയുന്നത് വെള്ളിക്കുളങ്ങര സ്വദേശിയാണ്. ഇരുവർക്കും അടുത്തടുത്ത പ്രദേശങ്ങളാണോ ഈ 2 സ്ഥലങ്ങളും? സമീപ പ്രദേശങ്ങൾ, തൊട്ടടുത്ത പ്രദേശങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, സമീപ പ്രദേശങ്ങളാണ്. ഈ പുതുക്കാട് പോലീസ് സ്റ്റേഷന്റെ സമീപ പ്രദേശങ്ങൾ വരുന്ന സ്ഥലമാണ് ആമ്പല്ലൂരും വെള്ളിക്കുളങ്ങര എന്നൊക്കെ പറയുന്നത്. സമീപ പ്രദേശങ്ങൾ എന്ന് പറയാം, തൊട്ടടുത്ത പ്രദേശങ്ങളല്ല. എന്തായാലും ഈ 2 ഒന്നാമത്തെ കുട്ടിയെ സ്വന്തം വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് പ്രസവിച്ചതിനു ശേഷം അവിടെ തന്നെ കുഴിച്ചിടുന്നു. 2ാമത്തെ കുട്ടിയെ സ്കൂട്ടറിലെത്തി ഈ യുവാവിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണോ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്? അതെ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 2ാം കുഞ്ഞ് 2024 ജനിച്ചിട്ടുള്ളത്. 2024 ഒരു കുട്ടിയെ എങ്ങനെ മറ്റൊരു സഹായമില്ലാതെ ഇവർ കൊണ്ടുപോകും, ഈ സ്ത്രീ കൊണ്ടുപോകും പ്രസവിച്ച ഉടനെ? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇത്രയും ക്രൂരത ചെയ്ത് അവർക്ക് വേണമെങ്കിൽ വല്ല പെട്ടിയിലോ മറ്റോ കൂട്ടിലോ മറ്റോ പൊറിഞ്ഞ് കൊണ്ടുപോകാം, അത് വേറെ കാര്യം. പക്ഷേ എങ്കിൽ പോലും ഇത് ആദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ കുറേ സംശയങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നില്ലേ? മനു, ഇതേ സംശയങ്ങളെല്ലാം നമുക്കുണ്ട്. നമ്മളത് പോലീസ് ഉദ്യോഗസ്ഥരോട് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത്, ഇവർ 2 പേരിൽ നിന്ന് കിട്ടുന്ന നിലവിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. ഇതിനകത്ത് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് പോലീസ് എന്തായാലും ഇതിനകത്ത് മറ്റാളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അതിനകത്ത് പോലീസ് എന്തായാലും സംശയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ബവിൻ എന്ന യുവാവ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഇങ്ങനെ കുഞ്ഞിന്റെ അസ്ഥികൾ പോലീസിനെ കാണിക്കുകയും ചെയ്യുന്നത്. പുലർച്ചെ 2 മണിക്കാണ്.
അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ബവിനെയും കസ്റ്റഡിയിലെടുത്തു. ഈ വെള്ളിക്കുളങ്ങരയുള്ള ഈ ബവിന്റെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എന്ന് പറയപ്പെടുന്ന അനീഷയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു കുറ്റസമ്മതത്തിന്റെ കാരണം എന്തായിരിക്കാം? ഇതുവരെ ഇത്രയും ക്രൂരത ചെയ്ത് ഇതൊക്കെ മറച്ചുവെച്ച് ഇങ്ങനെ ആഘോഷിച്ച് നടന്ന ഇയാൾ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലെത്തി ഈ കുറ്റസമ്മതം നടത്താനുള്ള കാരണം എന്തായിരിക്കാം? പോലീസിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടോ? മനു, അതിലും വ്യക്തതയില്ല. ഇതും നമ്മൾ ചോദിച്ചു, അതിനകത്തും വ്യക്തതയില്ല. എന്തുകൊണ്ടാണ് എന്ന കാര്യത്തിനകത്ത് മൗനമാണ് ഉത്തരം എന്നാണ് പോലീസ് പലപ്പോഴും പറയുന്നത്. പല കാര്യങ്ങൾക്കും മൗനമാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ തുറന്നു പറയാനുണ്ടായ സാഹചര്യം എന്താണ്, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചത് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു, അതിനുശേഷം കർമ്മം ചെയ്ത് അതിന് പരിഹാരമുണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഏറ്റവും വികലമായ, വൃത്തികെട്ട, ക്രൂരമായ മനസ്ഥിതിയുള്ള രണ്ട് മനുഷ്യർ. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾ. ആദ്യം അറിയുന്നത് ഇത്തരത്തിൽ ചില കർമ്മങ്ങൾ ലഭിക്കാൻ എന്നാണ്. അത് എന്ത് മരണാനന്തര കർമ്മമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആഭിചാര വിശ്വാസപ്രകാരമുള്ള കർമ്മങ്ങളാണോ എന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരം, ആദ്യം ലഭിച്ച വിവരം ഇത്തരത്തിൽ കർമ്മങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇത്തരത്തിൽ അസ്ഥികൾ സൂക്ഷിച്ചു എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചോദ്യങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ പോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും നിരവധി ചോദ്യങ്ങൾക്ക് പോലീസ് മറുപടി ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്, എങ്ങനെ, ആരുടെ സഹായത്തോടെ, ഇപ്പോൾ എന്തുകൊണ്ട് തുറന്നു പറയുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. അതെല്ലാം തന്നെ, അതിന്റെ എല്ലാ വശങ്ങളും പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഈ പറയുന്ന ബവിനും അനീഷയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. പുതുക്കാട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ചോദ്യം ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വരും സമയങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരും.